ഹലോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ചായില്ലേ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇടാൻ വൈകിയത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഡെസ്ക് ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ടൈം ഒന്ന് ശരിയായി വന്നത്. നമ്മൾ ഫസ്റ്റ് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ടൈം തൊട്ടേ ഓരോരുത്തർ പറയുന്നതാണ് നമ്മുടെ ഡെസ്ക് ടൂർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു വൈറ്റ് ടേബിൾ വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 5000 സംതിങ് എന്തോ ആയിരുന്നു. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം, ഈ ഒരു ഡെസ്ക് ടൂറൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്ന് വലിയൊരു ഐഡിയ ഒന്നുമില്ല. ഞാൻ എൻ്റെതായ രീതിക്ക് അങ്ങോട്ട് ചെയ്യാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ അപ്പോൾ ഈ കാണുന്ന എല്ലാ ഐറ്റംസും ഞാൻ ഒറ്റൊരു ദിവസം കൊണ്ട് വാങ്ങിയതൊന്നുമല്ല. കുറേ ദിവസമായിട്ട് കുറേ മാസങ്ങളായിട്ട് ഓരോന്നായിട്ട് വാങ്ങിയിട്ടാണ് ഈ ടേബിളൊന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് ഞാൻ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിലെൻ്റെ കയ്യിൽ കത്രിക, പിന്നെ പേപ്പർ പഞ്ച്, പേപ്പർ കട്ടർ, പിന്നെ ഒരു ക്ലച്ച് ഞാൻ അതിലിട്ട് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ അതിൽ വന്നു എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഇതിൽ കുറച്ച് അക്രിലിക് പെയിൻറ് ഉണ്ട് കേട്ടോ, ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന. പിന്നെ ഒരു ഇതെന്തോ ഒരു പൂവാണ്, ഞാൻ എന്തോ ഡെക്കർ പീസായിട്ട് വാങ്ങിയതാണ്, ഇപ്പോൾ ഇതിൽ കിടക്കുന്നു. പിന്നെ ഡോംസിൻ്റെ ഒരു ട്യൂബ് വാട്ടർ കളറും ഉണ്ട് കേട്ടോ. അങ്ങനെ 6 വരുന്നൊരു വാട്ടർ കളറാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ കിട്ടുന്ന കച്ചറ സാധനങ്ങളൊക്കെ ഞാൻ ഇതിലാണ് ഇട്ട് വെക്കാറ്. പിന്നെ ഇവിടെ ആയിട്ടൊരു വേസ്റ്റ് ഉണ്ട്. ഇതൊരു ഫ്ലവർ ഇട്ട് വെച്ചിട്ടുന്നൊരു വേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ആ ഫ്ലവർ ചീത്തയായപ്പോൾ ഞാൻ അതിലൊരു ലാമ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിലായിട്ടൊരു ലാൻഡേൺ ഉണ്ട്, ഒരു ബ്ലാക്ക് കളറിലുള്ള ലാൻഡേൺ. പിന്നെ അത് നമ്മളന്ന് കുറച്ച് മുന്നേ ചെയ്തൊരു വർക്കാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഞാൻ എൻ്റെ കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തായിട്ട് നമ്മളന്ന് ചെയ്ത ആ ഒരു പേപ്പർ പഞ്ചാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. ഈ ഒരു പേപ്പർ പഞ്ചിൻ്റെ വീഡിയോ ഒക്കെ അത്യാവശ്യം കണ്ടിട്ടില്ലാത്തവർ അന്ന് പോയി കാണുക. പിന്നെ ഇതാ ഇവിടെ ഒരു കുട്ടി ബോക്സ് ഉണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ഒരു ഡക്കർ പീസ് ഉണ്ട്, ഒരു വൈറ്റ് ഡക്കർ പീസ് ഉണ്ട്. പിന്നെ അത് ജ്യൂസൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ടംബ്ലറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഒരു കുഞ്ഞു ബോക്സാണ് കേട്ടോ. കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സാണ്, ഒരു വുഡൻ്റെ ബോക്സാണ്. അപ്പോൾ ഞാനിതിൽ എൻ്റെ കയ്യിലുള്ള കുറച്ച് മഞ്ചാടിക്കുരുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ മഞ്ചാടിക്കുരു ഞാൻ കുറേ മുന്നേ പെറുക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ചീത്തയായി വരുന്നുണ്ട്, എന്നാലും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് മഞ്ചാടിക്കുരു. പിന്നെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മഞ്ചാടിക്കുരു ഒന്നും കാണാനേ ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ അങ്ങനെ അതിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാർക്കറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ഡ്രോയറാണ് കേട്ടോ. അപ്പോൾ അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡ്രോയറിൻ്റെ ലിങ്ക് ഉണ്ടോ, എവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഞാൻ വാങ്ങിയപ്പം 500 സംതിങ് എന്തോ ആയിരുന്നു റേറ്റ്. ഞാൻ കുറച്ചേ മുന്നേ ആണ് കേട്ടോ, ഒരു 3-4 മാസം മുന്നേ വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് 4 ഡ്രോയറാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ 2 ഡ്രോയർ വരുന്നതും 3 ഡ്രോയർ വരുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പിങ്ക് കളറിലുള്ളതാണ് ഞാൻ എടുത്തത്. വൈറ്റ് കളറിലും പിങ്കിലും വരുന്നുണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു കുഴപ്പമില്ലാത്തൊരു ഡ്രോയറാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഹൈറ്റ് ഒന്നുമില്ല, നമ്മുടെ ഡെസ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു സൈസാണ് കേട്ടുള്ളത്. ഈ ഒരു ഡ്രോയറിനകത്തിട്ട് വെച്ചിരിക്കുന്ന മാർക്കർ ഞാൻ മീഷോന്ന് വാങ്ങിയതാണ്. 300 സംതിങ് എന്തായിരുന്നു അതിൻ്റെ റേറ്റ്. 48 പീസ് വരുന്ന ഒരു 2 ടിപ്പ് വരുന്ന മാർക്കറാണ് കേട്ടോ. ഇതിന് 2 ടിപ്പ് വരുന്നുണ്ട്, ഒന്നൊരു ബ്രോഡ് ടിപ്പും ഒന്നൊരു ഫൈൻ ടിപ്പും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു മാർക്കറാണ്. പിന്നെ പറഞ്ഞാൽ അത്ര വലിയൊരു ക്വാളിറ്റി ഒന്നുമില്ല. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കർ പെട്ടെന്ന് തീരുന്നുണ്ട് അതിൻ്റെ കളറ്. പിന്നെ അത് പേപ്പറിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് സ്പ്രെഡ് ആവുന്നുണ്ട്. പിന്നെ നമുക്കിങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല. പിന്നെ ഓഹുഹു മാർക്കേഴ്സ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതുകൊണ്ടും നമുക്ക് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് മാർക്കർ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഡെസ്കിൽ മിക്കപ്പോഴും നിങ്ങൾ കാണുന്നതായിരിക്കും ഈ ഹലോ കിറ്റീൻ്റെ ഒരു ഡെക്കറൊന്നുമല്ല, അതൊരു ഷാർപ്നറാണ് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കുന്നതാണ്. പിന്നെ അടുത്തായിട്ട് ഇതാ ഈ ഒരു പെൻ ഹോൾഡറാണ് കേട്ടോ. അതിൽ അത്യാവശ്യം നല്ലോണം പെന്നും പെൻസിലും എല്ലാം ഇട്ട് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പെരിന്തൽമണ്ണയുള്ള എജുമാർട്ട് പോയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു പെൻ ഹോൾഡർ കാണുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഈ പെൻ ഹോൾഡർ വാങ്ങിയിട്ടുള്ളത്. അവിടെ അങ്ങനത്തെ പല ടൈപ്പ് ഓഫ് പെൻ ഹോൾഡർ ഉണ്ട്. അപ്പം ഞാനിതിൽ കാണുന്ന ഓരോ പെന്നുകളും ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം അവിടെ കാണുമ്പം ഇഷ്ടപ്പെടുന്ന കുറച്ച് പെന്നുകളൊക്കെ എടുത്തിട്ട് വരുന്നതാണ് കേട്ടോ. കാണാൻ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പെന്നുകളൊക്കെ ഞാൻ എടുത്ത് ഈ ഒരു പെൻ ഹോൾഡറിലാണ് ഇട്ട് വെക്കാറ്. അപ്പോൾ ഇത്രയും പെന്നുകളുണ്ട്. ഇനിയും ഇതുപോലത്തെ ഒക്കെ ഓരോ പെന്നുകൾ കിട്ടുകയാണെങ്കിൽ എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഒരു പെന്നിൻ്റെ കളക്ഷൻ തന്നെ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. പിന്നെ ഇതുപോലെ കുറച്ച് സിസേഴ്സ് ഉണ്ട്. ഈ സിസർ മീഷോന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. 6 സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. 6ഉം ഡിഫറെൻറ്റ് ഷേപ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ചില ഐറ്റംസ് ഒക്കെ വെറുതെ മീഷോയിലൊക്കെ ഒന്ന് കയറുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടാവും. ചിലപ്പം വല്ല ഓഫറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ആക്കും. അങ്ങനെ ഓർഡർ ആക്കിയതാണ് കേട്ടോ ഈ ഒരു സിസർ. ഇതിന് 152 രൂപ എങ്ങാണ്ടോ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം എന്താണ് റേറ്റ് നോക്കാം. എന്താണെങ്കിലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഇതിലുള്ളത്. പിന്നെ ഈ ഒരു മാർക്കറും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാർക്കറിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത് സ്വാച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനത് സ്വാച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അങ്ങനെ വലിയൊരു ക്വാളിറ്റിയുള്ള മാർക്കറൊന്നുമല്ല, എന്നാലും ഒരു ഓക്കെ പ്രൊഡക്റ്റാണ്.
അടുത്തത് ഈ ഒരു ഓർഗനൈസറാണ്. ഇത് അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് അത്യാവശ്യം ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഇതൊരു ഹൈലൈറ്റർ സെറ്റാണ്. ഒരു 6 പീസ് വരുന്ന ഹൈലൈറ്ററാണ് കേട്ടോ. എല്ലാം പേസ്റ്റൽ കളേഴ്സിൽ വരുന്നതാണ്. അപ്പം ഞാൻ ഫസ്റ്റ് വാങ്ങിയ എൻ്റെ ഒരു ഹൈലൈറ്ററാണ് പേസ്റ്റൽ കളേഴ്സിൽ വരുന്നത്. അതാണ് കേട്ടോ. അത് മഞ്ചേരിയുള്ള എജുമാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ലൂക്കർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. അത് നല്ല അടിപൊളി കളറുകളാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഗ്ലൂ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സെക്ഷനിൽ ഡോംസിൻ്റെ ബ്രഷ് പെൻ ഉണ്ട് കേട്ടോ. ഡോംസിൻ്റെ പേസ്റ്റൽ കളേഴ്സിൽ വരുന്ന ബ്രഷ് പെന്നാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് കാംലിൻ്റെ കുറച്ച് ബ്രഷ് പെന്നും ഉണ്ട്. പിന്നെ 3 ജെൽ പെൻ ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ 3 ജെൽ പെന്നുകളാണ്. പിന്നെ ഒരു വൈറ്റ് ജെൽ പെന്നും കൂടെ ഉണ്ട്. ആ വൈറ്റ് ജെൽ പെന്ന് എവിടുന്ന് വാങ്ങിയെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ബഡ്ജറ്റ് സൂപ്പർ മാർക്കറ്റിൽ കണ്ടപ്പം അങ്ങനെ വാങ്ങിയതാണ്. ഇതിൻ്റെ റേറ്റ് ഒന്നും എനിക്ക് വലിയൊരു ഓർമ്മയില്ല. എന്താണെങ്കിലും ഒരു 20 രൂപേൻ്റെ താഴെ ആയിരിക്കും റേറ്റ് വന്നിട്ടുണ്ടാവുക. പിന്നെ ഈ ഒരു ഓർഗനൈസറിൽ ഞാനൊരു ബുക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് പെയിൻറ് ചെയ്യുന്ന കുറച്ച് ബ്രഷുകളും ഈ ഒരു സൈഡിലായിട്ട് ഒരു ബുക്ക് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബുക്ക് ഹോൾഡർ നമ്മൾ തന്നെ ചെയ്തെടുത്തതാണ്. കാർഡ്ബോർഡിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാം. അപ്പോൾ ഇതിൽ കുറച്ച് ബുക്സൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ കാര്യപ്പെട്ട ബുക്കുകളൊന്നുമല്ല, ഒരു 2-3-4 ബുക്ക് അത്ര തന്നെ ഉള്ളൂ. അതിൻ്റെ സൈഡിലായിട്ട് ഒരു പെൻസിൽ ഹോൾഡർ ഉണ്ട്. അപ്പോൾ ഈ ഒരു പെൻസിൽ ഹോൾഡർ ഞാൻ അടുത്തുള്ളൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ അതിലിട്ട് വെച്ചിരിക്കുന്നത് കാംലിൻ്റെ കളർ പെൻസിലുകളാണ്. അപ്പോൾ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കളർ പെൻസിലാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് നമ്മൾ ഐസ് സ്റ്റിക്ക് കൊണ്ട് ചെയ്താണ് ഈ ഒരു ഫ്ലവർ വൈസോ പെൻ ഹോൾഡറോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണാം. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ഡെസ്ക് ലാമ്പ് വരുന്നുണ്ട്. അതിൻ്റെ മുന്നേ ആയിട്ട് ഒരു ഹെലോ കിറ്റീൻ്റെ ഷാർപ്നറും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഞാനൊരു ഡെസ്ക് ഡെക്കറായിട്ടാണ് അങ്ങനെ യൂസ് ചെയ്യാറ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഡെസ്ക് ലാമ്പ് വരുന്നത്. ഒരു വൈറ്റ് ലാമ്പാണ്, വേഡ് വോൾഫിൻ്റെ ഒരു വൈറ്റ് ലാമ്പാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. ഇതിൽ 3 ലൈറ്റുകളുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ അത് ടച്ചിങ് ആണ് കേട്ടോ, സ്വിച്ച് അല്ല, ഒരു ടച്ചാണ് അവിടെ വരുന്നത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് പെൻ ഹോൾഡർ പോലൊരു ചെറിയൊരു ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോൺ സ്റ്റാൻഡായിട്ടും യൂസ് ചെയ്യുക, അവിടെ ഫോൺ വെക്കാനും പറ്റും. അങ്ങനെ ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഡെസ്ക് ലാമ്പാണ് കേട്ടോ ഇത്. എനിക്കിഷ്ടമായിട്ട് വാങ്ങിയതാണ് ഒരു വൈറ്റ് ഡെസ്ക് ലാമ്പ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് 2 ബാസ്ക്കറ്റ് വരുന്നുണ്ട്. ആ ബാസ്ക്കറ്റിൻ്റെ ഒക്കെ ഷോർട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലും കുറച്ച് ഐറ്റംസ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ 2 ബാസ്ക്കറ്റിലെ ഐറ്റംസൊക്കെ ക്രാഫ്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങണതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു കുഞ്ഞു ഡയറി ഉണ്ട്. ഇതിൽ ഞാൻ എഴുതലൊന്നും തുടങ്ങിയിട്ടില്ല. ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതാണ്. കണ്ടപ്പം കുറച്ച് ഭംഗിയൊക്കെ തോന്നിയപ്പോൾ അങ്ങോട്ട് എടുത്തു. പിന്നെ ഈ ബാസ്ക്കറ്റിൽ ഫെവിക്രിലിൻ്റെ 6 പേസ്റ്റൽ കളേഴ്സാണ് കേട്ടോ. 6ഉം നല്ല അടിപൊളി ക്രീമി കളേഴ്സാണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി ടെക്സ്ചറാണ് കേട്ടോ അതിന്. പിന്നെ ഈ ബാസ്ക്കറ്റിലുള്ളത് നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത കുറച്ച് സ്റ്റിക്കറാണ്. പിന്നെ അതിൽ കുറച്ച് വുഡൻ ക്ലിപ്സ് ഉണ്ട്. പിന്നെ ഇതിൽ കുറച്ച് എറേസറാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എറേസർ പിന്നെ എവിടെ വെച്ചാലും ഇങ്ങനെ കളഞ്ഞു പോകുന്നൊരു സാധനം ആയതുകൊണ്ട് ഞാൻ ഈ ബാസ്ക്കറ്റിൽ തന്നെ ആയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലുള്ള 3 എറേസറുകളാണ്. അടുത്തൊരു വലിയ ബാസ്ക്കറ്റാണ്. ഈ ബാസ്ക്കറ്റിൽ അധികം ടാപ്പുകളാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഡബിൾ സൈഡ് ടാപ്പ്, നാനോ ടാപ്പ്, പേപ്പർ ടാപ്പ്, പിന്നെന്താണ് എന്തൊക്കെയോ കുറേ ടാപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ടാപ്പുകളാണ് കേട്ടോ ഈ ഒരു ബാസ്ക്കറ്റിലുള്ളത്. പിന്നെ കുറച്ച് കോട്ടൺ ഉണ്ട്. നമ്മൾ ക്ലൗഡ് ലാമ്പ് ചെയ്തപ്പം വാങ്ങിയ കോട്ടൺ ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നത് ഈ ഒരു ബാസ്ക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ് സ്റ്റിക്കും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബാസ്ക്കറ്റിലിട്ട് വെച്ചിട്ടുള്ളത്. മെയിനായിട്ട് നമ്മുടെ ടാപ്പുകളാണ് ഞാനിതിൽ വെച്ചിട്ടുള്ളത്. കാരണം പെട്ടെന്ന് എടുക്കാൻ ഈസി ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ ഡെസ്കിൽ ഈ ഒരു വാട്ടർ ബോട്ടിൽ അധിക സമയവും ഉണ്ടാവും. കാരണം വെള്ളം കുടിക്കാൻ മടിയായതുകൊണ്ട് ഈ ഒരു വാട്ടർ ബോട്ടിൽ അങ്ങനെ ഒപ്പം കൊണ്ട് നടക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ അത് വാങ്ങിയത്. പിന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് ഒരു ആർട്ടിഫിഷ്യൽ ഹാങ്ങിങ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. അങ്ങനെ വലിയൊരു കുഴപ്പമില്ലാത്തൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഫെയറി ലൈറ്റൊക്കെ അത് ഞാൻ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.